ഇത്തോണ അടിച്ചു ഇത്തോണ വളർന്നു. നമ്മൾ അവനെയും അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു. ചുമ്മാതാണോ? വരാല് 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 വരാല്. ഗായ്സ് ലാസ്റ്റ് നമുക്ക് അടിച്ചു ഗായ്സ്. ഇതടിച്ചപ്പോൾ ഗായ്സ് ഇവിടുന്ന് ഒരു മീൻ ഒറ്റ പോക്കായിരുന്നു ഇങ്ങനെ കേറി. ഹലോ മച്ചാന്മാരെ, നമ്മളിന്ന് വരാലും ചെറിയ മീൻ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയേക്കോ കേട്ടോ. ചെറിയൊരു മീൻ പിടുത്തം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കണ്ടംപടി എല്ലാം ഒന്ന് കയറി നടക്കാം. ഞാനും ഉണ്ട് KL05 ഫിഷിംഗ് KL05 എർണച്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയകളൊക്കെ ഒന്ന് കവർ ചെയ്തു. തൊട്ടപ്പുറം കുറച്ച് കണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് അങ്ങനെ പോകാൻ പ്ലാനാണ്. അപ്പോൾ ഒത്തിരി പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം കേട്ടോ. അള്ളകളെല്ലാം കയറി ചെറുമീൻ പമ്മി ഹൈഡ് ചെയ്ത് കയറിയിരിക്കും. അവനങ്ങനെ ഒരു മടുപ്പുമില്ല. മടുപ്പടിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രോഗ് വന്ന് ഇതുപോലെ കരയ്ക്ക് വീഴുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് താട്ടിടണം. താട്ടിട്ട് കഴിയുമ്പോൾ മീൻ ഉണ്ടെങ്കിൽ ഒറ്റ അടിയാണ് വന്നു. പിന്നെങ്കിൽ ഒരു നറുക്കെടുപ്പ് ഇവിടെ കാണുമല്ലോ. അതെത്ര രൂപയാണോ? ഏതാ കോണ്ടസ്റ്റോ? ആണ് ചൂണ്ടക്കാരാ മൊത്തം. ചെല്ലാത്ത വരാല് 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 വരാല്. എൻ്റെ ഓണല്ല, എൻ്റെ ഓണാണോ എന്ന് അറിയത്തില്ല. ഞെക്കിയ വരാലാണോ? ബുക്കിട്ടു നല്ല ബുക്ക. ഇത് ഓണാണോ? ഇങ്ങോട്ട് പോയിക്കേ. നമ്പറുണ്ടോ? എന്നാ ഓണാ. പക്ഷെ നമ്മുടെ സംസാരം ഇതായിപ്പോല്ലോ. എടുത്തു ആണ്ടേ കറക്റ്റ് ഹുക്കപ്പായിരുന്നു. കൊണ്ടില്ലല്ലേ? ചാടി പോകത്തില്ല, ചാടില്ലായിരിക്കും. നമ്മൾ ആറ്റിലെറിഞ്ഞിട്ടൊരു രക്ഷയില്ല. നമുക്ക് ആ കണ്ടത്തിലേക്ക് കയറാം കേട്ടോ. കണ്ടത്തിൽ കയറി അവിടെ ഒന്ന് എറിഞ്ഞു നോക്കാം. അവിടെ ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്കേ അത്യാവശ്യം പുല്ലിൻ്റെ അകത്ത് വട്ടത്തിൽ തെളിഞ്ഞ് കിടക്കും. നമുക്ക് ആ വട്ടത്തിലൊക്കെ ഇട്ടൊന്ന് വലിച്ചു നോക്കാം, എന്നാ കിട്ടുമോ നോക്കാം. ഗായ്സ് ലാസ്റ്റ് നമുക്ക് അടിച്ചു ഗായ്സ്. വരാമത്തെ വേടാ വേടാ. അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ലടാ. കുറേ നേരമായി ഇതിൻ്റെ പുറകെ നടക്കുന്നത്. 5 റോഗ് മാറ്റി എറിഞ്ഞിട്ടാണ് ഇവനൊന്ന് അടിച്ച്. അങ്ങനെ അങ്ങ് വിടാൻ പറ്റൂ? ചെറുമീനാ? ചുമ്മാതാണോ? അങ്ങനെ നമ്മൾ ജയിച്ചു കേട്ടോ. നമ്മൾ ജയിച്ച്. യെസ്, വി ഡിഡ് ഇറ്റ്. കുറേ നേരമായി ഇവൻ്റെ പുറകെ നടക്കാൻ പറയട്ടെ. അയ്യോ, അവിടെ കയറ്റിയേക്കാവോ? അങ്ങനെ അങ്ങ് വിടത്തില്ല മോനെ. ചുമ്മാ നമ്മുടെ അടുത്ത കളി കുറേ ആയി കണ്ടിട്ട്. ഇനിയിപ്പോ പോകാതെ ഇവിടെ നിൽക്കുക. അപ്പുറത്തെ വേറെ തല അറിയാൻ കിടക്കുക ഇവന് വേണ്ടി. അവൾ പറ്റിക്കാൻ നോക്കുന്നത് തിണ്ടി. ഇപ്പം നമ്മൾ ഒത്തിരി നേരം അവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി നേരം കാസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി കയ്യിരിക്കുന്ന എല്ലാ ഫ്രോഗും ഉണ്ട്. 10 മിക്ക ഫ്രോഗ് നമ്മൾ മാറ്റി എറിഞ്ഞ്. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് അടിച്ചത് അവൻ. എത്ര നേരം നിന്നിട്ടാ. അവിടെ നിന്ന് അടിച്ച അവിടെ നമ്മളൊരു എത്ര നേരം, ഏറ്റവും കുറഞ്ഞ ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഇതിൻ്റെ തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കുറേ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നത്. ഒത്തിരി എറിഞ്ഞ് അല്ലേ? അവൾ ഒത്തിരി എറിഞ്ഞ്. വള്ള അവിടെ ഇട്ട്, അവൾ അവിടെ കൊണ്ടിട്ട്, ഇവിടെ ഇട്ട്, ലാസ്റ്റ് ഇവിടെ കൊണ്ടിട്ടിട്ട് എറിഞ്ഞിട്ട് അവിടെ ഒരു 10-15 എറിഞ്ഞ് ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് അടിക്കുന്നത്. ബാക്കി നമ്മൾ കട്ട് ചെയ്തപ്പോൾ കളഞ്ഞാൽ ലോങ് ആവുന്നതുകൊണ്ട്. എന്നിട്ട് ഇവനൊന്ന് അടിച്ച് കയറി. ഇവിടെ കിടക്കുന്ന മീൻ അറ്റാക്കിങ് മൈൻഡോട് കിടക്കുന്ന സാധനം. ഇവിടെ കിടക്കുന്ന മീനെ അയ്യോ കമ്പല.
പോര് 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 പോര്. ചപ്പാലാണോ? എന്നാ പോയോ മീൻ? ഇതിൻ്റെ അകത്തുനിന്ന് പോയതാ മീനെന്തി? ആ നല്ല വലിപ്പമുണ്ടല്ലേ. അത് ചാടും. ആ കൂടെ പോലെ എടുക്കാം, അല്ലേ പണി കിട്ടും. അതെന്നാ സാധനമാ പോയേ? ചോട്ടി മീൻ കിടക്കുമായിരുന്നു അല്ലേ. ഓ ഒരു മീൻ പോയ പോക്ക് കണ്ടോ. സീറോ ഉണ്ടോ ചോട്ടി? ആ ഞാൻ വെള്ളത്തിൽ പോയതാണ്, ഞാൻ ഓർത്ത് മീനടിച്ചാൽ. KL-05 ഒരു രണ്ടാമത്തെ വരാലടിച്ചിട്ടുണ്ട്, കാണിച്ചേ. വാവ്, കുറച്ച് കറക്റ്റ് സാധനം. ഇതടിച്ചപ്പോൾ ഗായ്സ് ഇവിടുന്ന് ഒരു മീൻ ഒറ്റ പോക്കായിരുന്നു. ഇങ്ങനെ കയറി റോക്കറ്റ് പോകുന്നില്ല, അങ്ങ് ഒറ്റ പോക്കായിരുന്നു. പത കിടക്കുന്നുണ്ട്. അയ്യോ, ഇതിപ്പോൾ ഇവിടുന്ന് അടിച്ച് ഇവിടെ ചപ്പി കയറി. ആ മീൻ പോയപ്പോൾ ഞങ്ങൾ കണ്ടു ആ മീനെ നോക്കിയിരുന്നു. മീൻ നമുക്ക് കിട്ടിയ വരാല് വെള്ളത്തിൽ കിടക്കുക, അതിനെ നോക്കി ഇന്നു. അതുപോലത്തെ ഒരു സാധനമാണ് പോയത്. ബാക്കി നമുക്ക് പിടിക്കാം, സമയം കളയുന്നില്ല. സമയം കറക്റ്റ് 5:15 5:30 ആയിട്ടുണ്ട്. ഉരിക്കുന്നോ കൂടെ പോലെ വേണ്ടേ? പമ്മി നൈസായിട്ട് കിടക്കുമായിരുന്നു. അടിച്ചതാണോ? അടിച്ചതാണ് ഗൈസ്. ഓ ഫോളോ 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 ഫോളോ. ഇവിടെ എറിഞ്ഞ്, ഇവിടെ എറിഞ്ഞ്, ചെറിയ ഫ്രോ എറിഞ്ഞ് ഇവിടെ ഈ മൂല ചേർത്ത്. ആ വലിയ ഒന്നുകൂടെ വരും ഉറപ്പാ. ഫോളോ ആയി വന്നാ എന്നിട്ട് തിരിച്ചു പോയി. ഇത് കണ്ടുകൊണ്ടായിരിക്കും ഗായ്സ്. ക്യാമറ ഓഫായിരുന്നു, അപ്പോൾ കറക്റ്റ് ഒരെണ്ണോട് അടിച്ച്. ചെറുതാ. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് അടിച്ച് ഇത് പോയെന്ന് പറഞ്ഞില്ല, ആ സാധനം പിന്നെ അടിച്ചു കേട്ടോ. അത് ഓണായിരുന്നോ? ഓഫ്. 2 ക്യാമറ ഓഫ്. സന്ധ്യ വേണ്ടി ഓഫായി. പിന്നെ 18% ചാർജ് കൊള്ളും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് പൊക്കി കാണിച്ചാറേ മൊത്തം. അതിൻ്റെ അതോടെ കിടന്ന് കാണിച്ചേ കണ്ടോ. 1 2 3 ചെറുമീനൊന്നും 3 വരാലും ചെറുമീനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. നമുക്ക് ഈ രാവിലെ ഒന്നുകൂടെ നമുക്ക് ഇവിടെ മൊത്തം കവർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് രാവിലെ നോക്കാം. നമ്മൾ കുറച്ച് 10 മിനിറ്റ് എറിയുന്നുണ്ട്, എറിഞ്ഞ് കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ രാവിലെ എങ്ങനെയാണ്? രാവിലെ സെറ്റല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ രാവിലെ നമുക്ക് ബാക്കി കാണിക്കാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ രാവിലത്തെ കളം തുടങ്ങാൻ പോകാം കേട്ടോ. ഇന്നലത്തെ പരിപാടി ഇന്നലെ 6:30 ആയപ്പോൾ നമ്മൾ നിർത്തി കയറിയായിരുന്നു. നമ്മൾ നിർത്തി കയറിയ സ്പോട്ടിലേക്ക് തന്നെ കയറുക. ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അടിച്ചോ? ആ നേരത്തെ മറിഞ്ഞവനാ അല്ലേ? പോരട്ടെ. ആ ഉഴുപ്പുണ്ട്, മറിഞ്ഞവനാ. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് 1 തുടങ്ങിയേക്കോ കേട്ടോ. മൊത്തം വെയിലാണ്. നേരത്തെ ഇന്നലത്തെ പോലെ ആയിരിക്കും, ഇരുട്ടായിരിക്കും മൊത്തം. കാണാവോ തമ്പുരാന് മാത്രമേ അറിയാം. അത് 1/2 കിലോ മേളിൽ ഉണ്ടല്ലോ അത്. എന്നാ ഗായ്സ്, ഒരു മീൻ അടിച്ചപ്പോൾ കിട്ടും മീൻ. ചെറുതല്ലേ? ഗായ്സ് നമ്മൾ അവനെയും പിടിച്ച് ഗായ്സ്. നമ്മളുടെ അടുത്ത കളി ഇന്നും അവിടുന്ന് വെട്ടാണോ ഗായ്സ് അറിയത്തില്ല. രാവിലെ വന്നിട്ട് രണ്ടാമത്തെ അത് ഊരിയിട്ടേക്കാവോ? രണ്ടാമത്തെ അടിച്ചു, ആമസ്ത്രയിൽ അടിച്ച കേട്ടോ.
അപ്പം രാവിലെ വന്നിട്ട് വലിയ മടുപ്പില്ല കേട്ടോ. രണ്ടാമത്തെ കിട്ടി. ചെറിയ ഫ്രോ. ഇതുണ്ടോ ഫ്രോവിൻ്റെ ഈ അകത്തെ ലെയർ വെളി വന്ന് ഇത് അടിച്ച പിന്നെ മിസ്സാകത്തില്ല. അതെ, കയറി ഇറങ്ങി 2 വരാലിനെ കിട്ടി. ഇനി നമുക്ക് 2ാം കണ്ടത്തിലേക്ക് പോവാം. അവിടെ പിന്നെ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല. ഈ കൊക്കിരിക്കുന്നുണ്ട്, അവിടെ എല്ലാം പൊടിമീനുണ്ട്. അവിടെ ഈ പൊടിമീനെ തിന്നാൻ വേണ്ടിയൊക്കെ വന്നിരിക്കുന്ന ഈ സാധനം. അവിടെയൊക്കെ മീൻ കാണാം. നമുക്ക് ചുമ്മാ ജസ്റ്റ് എറിഞ്ഞ് പോയി നോക്കാം. അടിച്ച് ബാ. ആയി നല്ല കരിമുണ്ടാൻ വരാല്. കറക്റ്റ് സാധനം, നാടൻ വരാല് കേട്ടോ. ദേ ഒന്നിപ്പോൾ 2 മൂന്നാമത്തെ സാധനം. സത്യം മൂന്നാമത്തെ. അവിടെ ആണെങ്കിൽ വെയിലായിട്ട് ഇരുട്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓപ്പോസിറ്റ് സൂര്യനുള്ള ഗോപുറക്കകത്ത് ഫുൾ ഇരുട്ട് വരും. ആംഗിൾ മാറ്റിയൊക്കെ നമ്മൾ മറന്നും പോകും. ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണും. രണ്ട് കാണണം. ഇരുട്ടാണ്, ഒന്നും അറിയത്തില്ല. നമ്മുടെ പാക്കപ്പ്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി. ഇപ്പോൾ സമയം 8:30 ഇറങ്ങി. 8:30 കഴിഞ്ഞ് 8:30 ആകുന്നു. അപ്പോൾ നമുക്ക് 1 2 3 അടിച്ചിട്ടുണ്ട് കേട്ടോ. 3 അടിച്ച് നമ്മൾ ഹാപ്പിയാണ്. മീൻ കുറച്ച് നേരം എറിഞ്ഞിട്ട് നമ്മൾ കയറി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ അവിടെ ഒരു മീനെ കണ്ടിട്ട് അവൻ പിന്നെ അടിക്കുന്നില്ല. കുറച്ച് നേരമായിട്ട് എറിയുന്നുണ്ട്, നടക്കുന്നില്ല. നമുക്ക് മുന്നോടെ നോക്കാം. ഇതുകൊണ്ട് ഞാൻ ചോട്ടിലൂടെ വലിക്കുന്നത്. കായ്സ് കണ്ട കായ്സ് ചോട്ടിലൂടെ വലിക്കുന്നത്. നമുക്കത് അടിക്കുന്നില്ല. പക്ഷെ അവനെ അടിപ്പിക്കും. അവൻ എന്നാലും അടിപ്പിക്കും. അടിക്കാനാണ് അവനിപ്പോൾ അടിക്കാൻ സുഖമായിട്ട്. അതിൻ്റെ ചൂടുകൂടി വരുന്നത്. ഇല്ല, അവൻ സമ്മതിക്കുന്നില്ല. ഞാൻ 2 പ്രാവശ്യം അവസരം തന്നാ കിട്ടിയില്ല. കൊണ്ടിട്ടില്ല. നടക്കുന്നില്ല, ഒരു രക്ഷയില്ല. ഞാൻ അടിക്കുന്നില്ല. ഇവിടെ ഒരുത്തൻ പറഞ്ഞു അവനെ പോലും നോക്കാതെ നമ്മളൊന്നും ട്രൈ ചെയ്യാം. ആ പുല്ല കാരണക്കാരൻ എറിഞ്ഞു നോക്കും അവിടെ. അമ്പടാ അവനെ ഞാൻ പാർപ്പിക്കുന്നത്. ഗൈസ് പുതിയ ടാർഗറ്റ്. മറ്റവൻ നമ്മൾ വെറുതെ വിട്ടു. അയ്യോ കാറ്റാ കറക്റ്റല്ലേ. ഇറങ്ങേണ്ട താമസമല്ലോ. ഇപ്പോൾ അടി പൊട്ടും. നമ്മുടെ CMX അടിപൊളി സ്പിന്നറാണ്. കണ്ടാൽ വിടാതിരിക്കുമോ? അയ്യോ പോയി. ഉണ്ടോ ഇത് CMXൻ്റെ കൊള്ളത്തില്ല. എന്നാ ചെയ്യാനാണ് വേറെ. കാരണം കൊള്ളുകയും ചെയ്തല്ലേ. ഫ്രോഗിൻ്റെ അകത്തോട്ട് കയറ്റി. ഇത് കേട്ടോ ഗായ്സ്, മിസ്സിങ് ഗായ്സ്. നല്ല സാധനമായിരുന്നു, നല്ല മീനായിരുന്നു. ഇറങ്ങേണ്ട താമസമല്ലോ. അടിപൊളിയായിട്ട് അടിക്കും കേട്ടോ. പക്ഷേ ഈ സ്പിന്നറായതാണെന്ന് തോന്നുന്നു മീൻ അങ്ങോട്ട് വിട്ടു പോവുക. എൻ്റെ അവസ്ഥ കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഇതൊരെണ്ണം മേടിക്കാം. അത് അടിപൊളി ഫ്രോഗാണ്. അത് നമുക്ക് ഇന്ന് പോയി മേടിക്കാം. കണ്ടോ? പക്ഷേ നല്ല മീനായിരുന്നു ഗൈസ്. അടിപൊളി മീനായിരുന്നു. അത് മൂഞ്ചി പോയി. അത് നടത്താൻ മിസ്സിങ് ഇല്ലല്ലേ. CMXകാരെ കണ്ടു കഴിയുമ്പോൾ നമ്മളെ തെറി വിളിക്കുമോ? നമ്മൾ അനുഭവം കൊണ്ട് പറയുന്ന കേട്ടോ. അല്ലാതെ നമ്മൾ ആരെയും താഴ്ത്തി കെട്ടുന്നതൊന്നുമല്ല. കുറേ മീനായി. അതേന്നേ. അവിടെ ഒന്നിവിടെ ആർക്കൊരു ഒരാൾക്ക് നമുക്ക് മീൻ അടിക്കും. നമുക്ക് അവിടെ അടിക്കുമെന്ന് നോക്കാം. കറക്റ്റ് വരവാ.
പോയി ഗൈസ് ഒരെണ്ണം മിസ്സായി പോയി. കൊണ്ടോ ഉണ്ട് ലേറ്റായോ? അതല്ല ഇത് ലൂസ് ആയിരുന്നു, ഡ്രാഗ് ലൂസ് ആയിരുന്നു കേട്ടോ. ഇച്ചിരി ടൈറ്റ് ചെയ്തു. ഇച്ചിരി മുഴുപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചൂണ്ട അങ്ങോട്ട് വലിഞ്ഞ് ഒന്നോട്ടാ നമുക്ക്. ഞാൻ ഈ ഫ്രോഗ് മേടിക്കും, ഞാൻ ആ ഫ്രോഗ് മേടിക്കും. അവിടെ വേറെ ഇരിപ്പുണ്ടോ? അർണച്ച് വാശിയായി. അർണച്ചല്ല, ഫിഷിംഗ് കെയൽ 05 വാശിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവനെ പിടിക്കുമെന്നാണ് പറയുന്നത്. ഇത്തവണ അടിച്ചു. ഇത്തവണ വടം വയ്ക്കത്തില്ല. പോയ നാളെ തിരിച്ചു പിടിച്ചു. വാശി അട പോകുന്നു. ഓഫായിരുന്നു അത് ഇതോണ. അപ്പോൾ ഇത് എത്രാമതേ? 3 4 1 2 3 4 മൊത്തം 4 മീനായി കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി ഫ്രോഗാണ് കേട്ടോ. ഗായ്സ് അത് നല്ല അടിപൊളി ഫ്രോഗാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് 2 ദിവസമായിട്ട് ഇത് നല്ല അടി കിട്ടുന്നുണ്ട്. 150 രൂപ അല്ലേ? 180 രൂപ ചെറിയ ഫ്രോഗ്. വെയിറ്റ് കയറ്റി ചെയ്താൽ കേട്ടോ. 5 ഗ്രാം 6 ഗ്രാം ഉണ്ടോ ഉള്ളു? 7 ഗ്രാം അല്ലേ? 7 ഗ്രാമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് കയറ്റി ഒരു 8 9 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എറിയുക. ബൈക്കാസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റാണ്. നമുക്ക് ഇന്നൊരെണ്ണം പോയി മേടിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കേണ്ടതാണ്. ഉറപ്പായിട്ട് ചാനൽ സബ് ചെയ്യണം. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയ വീഡിയോ, ഇന്ന് രാവിലെ വന്നപ്പോൾ കിട്ടിയതാണ്. 5 1 2 3 4 വരാൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ ആയിട്ട് നമുക്കൊരു ചെറുമീനും ഒരു 3 വരാലും അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് 2 ദിവസത്തെ വീഡിയോ നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റായിട്ട് അറിയിക്കണത്. കുറേ മഴ പറന്ന് വരുന്നുണ്ട് അങ്ങ് ദൂരെ. ഞങ്ങളപ്പം അടുത്തയായിട്ട് കൊച്ചു വീഡിയോ തീർന്നു. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ടാറ്റാ. മഴയാണേ. ഓക്കെ പോയേക്കുവാ. അടിപൊളി മഴ. ഏത് റെയിൻകോട്ട് എടുത്തു പണി കിട്ടി.